ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ശനിയാഴ്ച നമ്മൾ അവസാനമായിട്ട് ഓടിയത് ഏകദേശം ബുധനാഴ്ച. അങ്ങനെ കാര്യമായിട്ട് ഓടാൻ പറ്റിയില്ല. ഒരു വൈകുന്നേരം ഒരു ട്രിപ്പ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ വ്യാഴാഴ്ച നമുക്ക് ഒരു പേഴ്സണൽ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ഓടാമെന്ന് കരുതി ഓൺ ചെയ്തു. പക്ഷേ ട്രിപ്പ് അങ്ങനെ അടിച്ചില്ല. മീൻസ് ഞാൻ യൂബർക്ക് ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ട്രിപ്പ് റഡാറിൽ വന്നതെല്ലാം തന്നെ നമുക്ക് ആലുവ സൈഡിലേക്കും മറ്റ് മീൻസ് ട്രിപ്പ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തേക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. പിന്നെ 2 ദിവസം മീൻസ് അതുകൊണ്ട് തന്നെ 2 ദിവസം പോയതുമില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് 28-ാം തീയതി. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രിപ്പ് ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ആവശ്യങ്ങൾ അത്രയ്ക്കുണ്ട്. അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് മീൻസ് അത്യാവശ്യം ഇപ്പോൾ സ്കൂളൊക്കെ ഒരുവിധം അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രിപ്പ് ഉണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആപ്പുകളെല്ലാം തന്നെ ഓൺ ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7:45 അപ്പോൾ ഓരോന്നായിട്ട് ഓൺ ചെയ്യാൻ കേട്ടോ. ആദ്യം നമുക്ക് യൂബർ ഓൺ ചെയ്യാം. അപ്പോൾ യൂബറിൽ നമ്മൾ വണ്ടി ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ആപ്പടിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, എന്നാലും ചൂസ് ചെയ്യാൻ പറയും. പിന്നെ നമുക്ക് നോക്കേണ്ടത് യൂബർ ഗോ ഓൺ ചെയ്തിടുന്നു. ഓക്കെ, യൂബർ ഗോ ഓൺ ചെയ്തിട്ട് യൂബർ ഓൺലൈൻ ആക്കുന്നു. ഹലോ, ഹെൽപ്പ് പിക്കപ്പ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് നോക്കട്ടെ കേട്ടോ. ആക്ച്വലി ബ്ലൂടൂത്ത് ആക്സസ് ആണ് ചോദിക്കുന്നത്. ശരി, ഹലോ ചെയ്ത് നോക്കാം. ഇതെന്താ സംഭവം എന്ന് അറിയണ്ടേ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. മീൻസ് ഇവർ ചോദിച്ചിരിക്കുന്നത് കേട്ടിട്ടൊരു പിടിയും കിട്ടില്ല. വേഗത്തിലുള്ള പിക്കപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും. വേഗത്തിലുള്ള പിക്കപ്പ് ലഭിക്കുവാനായിട്ട് ബ്ലൂടൂത്ത് ആക്സസ് ഇത് ചെയ്യുക. അതേപോലെ തന്നെ ഭക്ഷണം ഡെലിവറി ചെയ്യാനായിട്ട് ഇതിന് ഡെലിവറി ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ഇല്ല, സാധാരണ ഇതേ മാത്രമേ ഉള്ളൂല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലതും ആക്സസ് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് ഓട്ടം കുറവാണേ. ശരി, ഇന്നടുത്ത് നമുക്ക് ഇത് ചെയ്യാം. റാപ്പിഡ് ഓൺ ചെയ്യാം. റാപ്പിഡ് ഓൺ ചെയ്തു. യാത്ര ഓൺ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ആപ്പുകളും നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെ ഫസ്റ്റ് ട്രിപ്പ് മീൻസ് മിക്കവാറും യൂബറിലായിരിക്കുള്ളൂ. അപ്പോൾ ട്രിപ്പ് അടിക്കുന്നത് വരെ വെയിറ്റിംഗ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയത് 10:15 കസ്റ്റമറുടെ അടുത്തേക്ക് 5 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു ഓടിയെത്താനായിട്ട്. അങ്ങനെ 10:20 ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 അല്ല, ഏകദേശം 5 മിനിറ്റോളം ആവാറായിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് ഇത് ചെയ്തേക്കുന്നത് മറ്റേ ഡ്രോപ്പ് ലൊക്കേഷൻ വന്നേക്കുന്നത് ലുലു മാളിലേക്കാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് നോക്കാം അടുത്ത് കിട്ടുമെന്ന്. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൺലൈൻ ട്രിപ്പായിട്ടാണ് കാണിച്ചതെങ്കിലും പറഞ്ഞോളം ക്യാഷ് ട്രിപ്പായിരുന്നു. അത് യൂബറിൻ്റെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് പേ ചെയ്താണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഓൺലൈൻ ട്രിപ്പായിട്ട് കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ അടുത്ത ട്രിപ്പൊന്നും വന്നിട്ടില്ല. നമുക്ക് പതിയെ ലുലുമാളുടെ അകത്തുനിന്ന് വെളിയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ലുലുമാളിലെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ട്രിപ്പ് റഡാറിൽ ഓരോ ട്രിപ്പ് കയറി വന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ലുലുമാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നിർത്തിയിടാനുള്ള ഓപ്ഷൻ ഉള്ളത് പത്തിരിപ്പാലം മറ്റേ ഏതാണ് PWD ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് നമുക്ക് പിന്നെ നിർത്തിയിടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്. അവിടെയാണ് അത്യാവശ്യം വണ്ടികളൊക്കെ ഒതുക്കാനുള്ള ഗ്യാപ്പും പിന്നെ അത്യാവശ്യം തണലൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രിപ്പുള്ളൂ, 187 രൂപ. അത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഏകദേശം 13 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. 13 ശരിക്കും പറഞ്ഞാൽ അല്പം നഷ്ടം തന്നെയാണ്. അല്പം റേറ്റ് കുറവായാണ് ശരിക്കും. എന്നാലും കുഴപ്പമില്ല. ഞാനിന്ന് 3 ട്രിപ്പോളം നമ്മൾ ക്യാൻസൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തത്. ഇനിയിപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ നമുക്ക്
നല്ല രീതിയിൽ നമുക്ക് ക്യാൻസലേഷൻ റേറ്റും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 72% ഇതുള്ളത്. മറ്റേ അക്സെപ്റ്റൻസ് റേറ്റ് 72 റേറ്റാണ്, 72%. ശരിക്കും പറഞ്ഞാൽ 95-98% വരെ എത്തിയ സാധനമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് ഈ ട്രിപ്പ് പോകുന്ന സമയത്തേ നമുക്ക് ഈ ലോങ് പിക്കപ്പും തരും, അതേപോലെ തന്നെ ഷോർട്ട് പിക്കപ്പും തരും. ഇതിങ്ങനെ വരാൻ കാരണം മറ്റേ ന്യൂ ഇയറിന് ശേഷം ഉണ്ടോ, ന്യൂ ഇയറിന് ശേഷം ഏകദേശം ജനുവരി പകുതിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. ഇനി ഇത് കൂട്ടാൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ നിർത്തിയിട്ടേക്കണ സ്ഥലം കേട്ടോ, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ PWD ഗസ്റ്റ് ഹൗസും മറ്റേ ഓഫീസുകളൊക്കെ ചേർന്നുള്ള സ്ഥലം. കണ്ടില്ലേ? ഇവിടെ മൊത്തം മരമാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവിടം വരെ അത്യാവശ്യം മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ച് തൊട്ടാണ് നമുക്ക് വണ്ടി നിർത്തിയിടാനുള്ള ഒരു സൗകര്യത്തിന് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ വെയിൽ വന്നാലും നമുക്ക് ഇതുണ്ട്, അധികം നല്ല തണൽ കിട്ടും. മീൻസ് അത് ഏത് ഡയറക്ഷനിൽ നിന്നാണെങ്കിലും. കാരണം വെച്ചാൽ ഇവിടെ നോക്കിയാൽ മെട്രോ ഇതുണ്ട്, മെട്രോൻ്റെ ഇതുണ്ട്, പാലമുണ്ട്. അതേപോലെ അപ്പം മെട്രോൻ്റെ പാലം ഉള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ വെയിൽ അവിടെ നിന്ന് അടിച്ചാലും മെട്രോൻ്റെ മറ്റേ തൂണിൻ്റെ പാലത്തിൻ്റെ ഷെയ്ഡ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സെൻട്രലിലായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഭാരം മുകളിൽ കുട പോലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് തണൽ കിട്ടിക്കോളും. അപ്പോൾ ഈ തണലിൻ്റെ സപ്പോർട്ടിൽ നമ്മൾ അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ യൂബർ, റാപ്പിഡോ, യാത്രി, ഇത്ര ആപ്പുകൾ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ടൈം നോക്കിയേ 2:34. ഇതുവരെയായിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. ഒരു ട്രിപ്പിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം ആ സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. പത്രിപാലം എന്താണ് PWD ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ. ഇത്ര നേരമായിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇവിടെ തന്നെ വേറെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ചില വണ്ടികൾക്കൊക്കെ അടിച്ചു പോയിട്ടോ. അത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് കയറിയ വണ്ടികളൊക്കെ എന്ന് തോന്നുന്നു. ഈ സമയത്തൊക്കെ പുതിയതായിട്ട് കയറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ട്രിപ്പ് മാക്സിമം കൊടുക്കും. എന്നിട്ട് അവർ 6 മാസം ഇങ്ങനെ ഓടിപ്പിച്ചതിന് ശേഷം മാറ്റി നിർത്തും. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമാണ് വന്നത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓട്ടത്തിനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ ട്രിപ്പ് ഡിലേ ആവുന്നത് ഇത്തിരി പാട് തന്നെയാണ്. എപ്പോഴും എന്നാലും വെയിറ്റിംഗ് തന്നെയാണ്. നമ്മൾ എന്തായാലും നല്ല പോലെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നോക്കും ട്രിപ്പ് എങ്ങനെയെന്ന്. ഇതിപ്പോൾ രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയെന്ന് അറിയാലോ. അയ്യോ, എനിക്കറിയാമായിരുന്നു ഈ എടപ്പള്ളി സൈഡോ അല്ലെങ്കിൽ എടപ്പള്ളി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മീൻസ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിർത്തിയാലും ഇത് തന്നെയായിരിക്കുള്ള അവസ്ഥ. നല്ല ട്രിപ്പുള്ള സമയത്ത് മാത്രം ഇറങ്ങിയാലേ കണ്ടിന്യൂസ് ഓട്ടം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ തണൽ നോക്കി തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ ഇനി എന്തോരം ടൈം കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് വന്നിയെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 3:35. ഇതുവരെയായിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. പക്ഷെ എന്ത് പറയാനാ നോക്കി. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രാവിലെ അടിച്ച ട്രിപ്പല്ലാതെ 187 രൂപയുടെ ട്രിപ്പല്ലാതെ വേറൊരു ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇന്ന് ഭയങ്കര മോശമാണ്. പക്ഷേ നമുക്ക് ലുലുമാളിൻ്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് റഡാറിൽ മറ്റേ കത്രിക്കടവ് അടിച്ചിരുന്നു. അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായേനെ. ഇതിപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ കാശെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. അതായത് 500 രൂപ എങ്കിലും നമുക്ക് മിനിമം കിട്ടിയിരുന്നാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഡീസൽ കാശ് ഇപ്പോൾ ഇതുപോലെ ചെറിയ എമൗണ്ട് 500 രൂപ ഡീസലാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലടിച്ച് റൂമിലേക്ക് പോകുമ്പോൾ മീൻസ് വെറുതെ ഡീസൽ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നാളെ ഇറങ്ങിക്കഴിഞ്ഞാലും മിനിമം ഈ 500 രൂപയുടെ ഡീസൽ മീൻസ് 500 രൂപ എയർലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡീസലിലേക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇത്ര നേരം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കിട്ടിയാലും മീൻസ് നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരമായി ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് കിട്ടിയാലും പിന്നെ അവിടെ നിന്ന് റിട്ടേൺ കിട്ടുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ കളമശ്ശേരിയാണ് അധികം കിലോമീറ്ററിൽ കൂടി പോയ 10 കിലോമീറ്ററിനടുത്താണ് നമുക്ക് ഇതുള്ളത്, റൂമിലേക്കുള്ള കിലോമീറ്റർ.
അപ്പോൾ നമ്മൾ ആ റേഞ്ചിലൊക്കെ അതായത് ടൗണിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു റിട്ടേൺ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി വല്ല ആലുവ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആലുവയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് റൂമിലേക്ക് ആയിരിക്കുള്ളൂ. കാരണം വെച്ചാൽ മീൻസ് അവിടെ നിന്ന് അവിടെ 6 കിലോമീറ്റർ 5 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ നമ്മുടെ റൂമിലേക്ക്. ആ ഒരു പ്രതീക്ഷയിൽ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ റൂമിൽ ചെന്നിട്ട് മൊത്തം ഓടിയ കിലോമീറ്റർ കാണിച്ചു തരാം. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാലിയടിച്ച് തന്നെ റൂം വരെ എത്തി. അതായത് ഞാൻ ഇവിടം വരെ എത്തിയിട്ട് കളമശ്ശേരി കഴിഞ്ഞു, പാതാളം കഴിഞ്ഞു, മുപ്പത്തടം എത്താറായിട്ട് പോലും, അതായത് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് മുപ്പത്തടം എന്ന് പറയുന്നത്. അവിടെ എത്താറായിട്ട് പോലും ഡെസ്റ്റിനേഷൻ ആയിട്ടേക്കുന്നത് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. മീൻസ് ആലുവയിലേക്കെങ്കിലും നോട്ടിഫിക്കേഷൻ വരണ്ടേ, അതുപോലും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുപ്പത്തടത്ത് ഒരു ചായക്കട അവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഒതുക്കി എല്ലാ ആപ്പും ഓഫ് ചെയ്തിട്ട് നേരെ ചായ പിടിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ ആപ്പുകളെല്ലാം ഓഫാണ്. ഇപ്പം നമുക്ക് മൊത്തം ഓടിയ കിലോമീറ്റർ നോക്കാം. നമ്മൾ മൊത്തം ഓടിയ കിലോമീറ്റർ 23 കിലോമീറ്റർ മൊത്തം ഓടിയത്. അപ്പം ഇന്നത്തെ ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ്. ഓക്കെ, നല്ല രീതിയിൽ നഷ്ടം വന്നിട്ടുണ്ട് ഇന്നത്തെ കിലോമീറ്റർ. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചായക്കാശ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നിനും ചായക്കാശ് മീൻസ് നമ്മുടെ വല്ല ചിലവ് വല്ല ചായ കുടിക്കാൻ അങ്ങനെ വല്ല ആണെങ്കിൽ നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അടിച്ച ഡീസൽ കാശെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അതാണ് മെയിനായിട്ട് നോക്കണത്. ഈ നാളെ ട്രിപ്പ് കിട്ടി മിനിമം നാളെ നല്ല രീതിയിൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് 1000 മീൻസ് രാവിലെ തന്നെ ഓടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ കഷ്ടപ്പെടും. ഇനിയിപ്പോൾ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് 500 രൂപ എങ്ങനെയെങ്കിലും പിരിഞ്ഞ് കിട്ടണം. 500 രൂപ പിരിഞ്ഞ് കിട്ടിയാലാണ് ആ ഡീസലിലേക്ക് അടിച്ച കാശ് ഒന്ന് തിരിച്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കി ഓടുന്നെല്ലാം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അല്ല, മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിറ്റിക്ക് അടുത്തുള്ള സ്ഥലം മീൻസ് കളമശ്ശേരി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. അവിടുന്ന് രാവിലെ ഞാനിവിടുന്ന് 10:15 ട്രിപ്പ് അടിച്ചു. അവിടെ ചെല്ലുന്നു ഏകദേശം എനിക്കൊന്ന് 11 മണി ആ റേഞ്ചെങ്കിലും ഉണ്ടാവും. അവിടെ എത്തുമ്പോൾ വൈകുന്നേരം 3 മണിയായി, 3:30 മണിയാവാറായി. ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ 4:17. ഓക്കെ, അപ്പോൾ ഞാൻ വന്ന ടൈം ഏകദേശം 3:45 കൂട്ടാം. അപ്പോൾ അത്രയും ടൈമായിട്ട് പോലും ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ടൈമായിട്ട് ട്രിപ്പ് അടിക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഇത് ഡെസ്റ്റിനേഷൻ ഇട്ടത്. പിന്നെ റാപ്പിഡിൽ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു നമ്മുടെ എയർപോർട്ടിലേക്ക്. റേറ്റ് കുറവാണ്, 385 രൂപയുള്ളൂ. കാര്യം പറയാമല്ലോ, 385 രൂപയുള്ളൂ. റേറ്റ് വളരെ കുറവാണ്. പക്ഷെ അത് ഞാൻ എടുക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. എന്താ എടുക്കാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഡീസൽ കാശെങ്കിലും എനിക്ക് കിട്ടണം. അടിച്ച ഡീസലെങ്കിൽ നമ്മുടെ മീൻസ് അടിച്ച ഡീസൽ അത് ആ ഒരു എമൗണ്ട് നമുക്ക് മെയിനായിട്ട് കിട്ടണം. എന്തായാലും നഷ്ട ട്രിപ്പാണ്. മീൻസ് നമുക്ക് മെയിൻ്റെനൻസിനുള്ള കാശ് ഒന്നിനുള്ള കാശ് കിട്ടിയിട്ടില്ല ഇന്നത്തെ ദിവസം. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങണതിന് പകരം ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ആ കാശെങ്കിലും നമുക്ക് മുതലാക്കായിരുന്നു. മീൻസ് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയി കഴിക്കുന്നത്, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയില്ല. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ അവിടെ നിന്ന സമയത്ത് വേറെ വണ്ടികൾക്ക് മീൻസ് എനിക്ക് തോന്നുന്നു അത് പുതിയതായിട്ട് വന്ന വണ്ടിക്കാരാണെന്ന് തോന്നുന്നു, പുതിയതായിട്ട് അക്കൗണ്ട് എടുത്ത് വന്നവരൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കൊക്കെ ഓട്ടം കിട്ടും. അവർക്കൊക്കെ ആദ്യം ഓട്ടം കൊടുക്കത്തുള്ളൂ. എന്നിട്ട് ഒരു 3 മാസം മീൻസ് ഇനിയിപ്പോൾ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ സ്കൂൾ തുറക്കണവരുള്ള ഓട്ടം അവർ ഇതാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ടൈം നോക്കിയാണ് അവരുടെ വന്നേക്കണത്. ഇനി 3 മാസം വരെ അവർക്ക് നല്ല ഓട്ടം കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മഴ സീസണിൻ്റെ ഓട്ടം, അങ്ങനെ പല ഓട്ടങ്ങളൊക്കെ ആയിട്ട് അവർ ബിസി ആയിക്കോളും. ഏകദേശം ഒരു ഓണം വരെയൊക്കെ നല്ല രീതിയിൽ, ഓണമല്ല മീൻസ് അതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ രീതിയിലായിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ
അല്ലറ ചില്ലറ ഓട്ടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. എന്നിരുന്നാലും വലിയ സീനില്ല അവർക്ക്. മെയിനായിട്ട് ഈ മാർച്ച് മാസം ആ റേഞ്ചൊക്കെ കഴിയുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നത്. മീൻസ് ഡിസംബർ മീൻസ് അവർക്ക് ഡിസംബറോ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി വരെ എങ്ങനെയെങ്കിലും പിടിച്ചേക്കാനുള്ള ഒരു ഓട്ടം കിട്ടും, ഫ്രഷ്നസ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പകുതി പഴയ പോലെ തന്നെ മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും വീണ്ടും ഈ തണലിൽ നോക്കി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഓട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നഷ്ടം വന്നിട്ടുണ്ട്. കിലോമീറ്റർ ഒഴുകി കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ വെച്ചും പോലും കിട്ടിയിട്ടില്ല, അതിലും താഴെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. പക്ഷേ ഞാൻ സാഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നാളെയും ഇറങ്ങുന്നുണ്ട്. നാളെയും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് അറിയത്തില്ല. ഓക്കെ, എന്നിരുന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.